കുറച്ച് നാൾ മുമ്പ് വരെ ഹൗസിംഗ് സ്കാം അല്ലെങ്കിൽ ഇൻഷുറൻസ്, ടെലികോം ഈ വക സ്കാമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ജോലിയുടെ പേരിൽ ജർമ്മനി സ്കാം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? സർവീസ് ഈ കഴിഞ്ഞൊരു ദിവസം ഞാനുള്ളൊരു മലയാളി ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാണ്. ഹോട്ടൽ ജോബ് നോക്കുന്നുണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട്. അതിന് ഏകദേശം കോസ്റ്റ് 9 to 11 lakh ആവും. അവരിവിടുത്തെ ലീഗൽ ഒരു കമ്പനിയാണ്. അവർ ടാക്സ് ഒക്കെ അടയ്ക്കുന്നതാണ്. ജർമ്മനിയിൽ ഇങ്ങനെ പൈസ വാങ്ങിച്ച് നമുക്ക് ജോബ് കൊടുക്കാൻ പറ്റും ഒരാൾക്ക്? ജർമ്മനിയിൽ ഒരു ജോലി പൈസ കൊടുത്തു വാങ്ങുകയോ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവിടെ ഇല്ലീഗൽ മൈഗ്രേഷന് തുല്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് 25 to 50,000 euro വരെ ഫൈൻ അടയ്ക്കാൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെ ജോബ് ഏജൻസീസ് ധാരാളമായിട്ടുണ്ട്. അവർക്ക് സർവീസ് ചാർജിൽ നിന്ന് മന്ത്ലി 10% വരെ മാക്സിമം വാങ്ങാനായിട്ട് പെർമിഷൻ ഉണ്ട്. പക്ഷേ അത് ജോലി കിട്ടിയതിന് ശേഷം മാത്രമാണ്. ജോലി കിട്ടുന്നതിന് മുമ്പ് മുൻകൂട്ടി ഈ 10 to 11 lakhs വരെ ഒന്നും വാങ്ങാനായിട്ട് ഒരു രീതിയിൽ ഇവിടെ പെർമിറ്റഡ് അല്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കേരളത്തിൽ നിന്ന് ഒരു ഏജൻസി വഴി ഇവിടെ ജർമ്മനിയിൽ ഒരു സ്ഥലത്ത് അവരുടെ തന്നെ ഹോട്ടലിൽ ഇവിടെ ജോബ് കൊടുക്കാന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്നിട്ട് ഇതുവരെ അവർക്ക് ജോബ് ആയിട്ടില്ല, സാലറി ആയിട്ടില്ല, ഒന്നും ആകാതെ കുറേ നാളായിട്ട് ഒരു മുറിയിൽ തന്നെ ഇരിക്കുകയാണ്. അവർക്ക് നിയമസഹായം നേടാൻ പറ്റത്തില്ല. പൈസ കൊടുത്ത് വന്നുകൊണ്ട് തിരിച്ച് കൊണ്ടുവരും നിർത്തില്ല. ഇവിടെ തിരിച്ച് പോയി കഴിഞ്ഞാൽ ലോൺ എടുത്ത് വന്നവരാണ് പകുതി മുക്കാലിൻ്റെ. അവർക്ക് പൈസ നാട്ടിൽ എങ്ങനെ അടയ്ക്കുമെന്ന് അറിയത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു പനി വന്നാൽ പോലും ആശുപത്രി പോകുന്നത് തന്നെ എങ്ങനെ നോക്കി പേടിച്ച് റൂമിനകത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വരുന്നവർ ഇവിടെയുള്ളവർ ആരോടെങ്കിലും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ ഉണ്ടോ, ഇത് തുറന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് സാലറി കിട്ടുമോ എന്നൊക്കെ ഒന്ന് തിരക്കി അന്വേഷിച്ചിട്ട് മാത്രം വരാം. അല്ലാതെ ഇതിന് മുമ്പ് ഇത്രയും പൈസ ഒന്നും കൊടുത്ത് നിങ്ങൾ മാക്സിമം വരാതിരിക്കുക. ഇവിടുത്തെ ഒരുപാട് ഇങ്ങനെ ഹോട്ടലിൽ ജോബ് കൊടുക്കുന്നവർ പറഞ്ഞു നിങ്ങൾക്ക് 2 വർഷത്തെ ലിമിറ്റഡ് കോൺട്രാക്ട് ആദ്യം തരാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ PR-ന് അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ഫാമിലിയെയും കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക്